സുഹൃത്തുക്കളെ, വളരെ വൈകാരികമായിട്ടാണ് ഞാനൊരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഷാഫിയുടെ മൂക്കാണ് ഏറ്റവും വലിയ ചർച്ച. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ കഥാപാത്രം, വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ പോലെ തന്നെ ഷാഫിയുടെ മൂക്ക് പണ്ട് പ്രിയങ്കാ ഗാന്ധിയുടെ മൂക്കിനെ കുറിച്ചായിരുന്നു ചർച്ച. അത് ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് പോലെയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടൊരു പോലീസുകാരനെ കുറിച്ച് ആരും മിണ്ടുന്നില്ല. ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്ന ഒരു DYSPയെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. അതിനേറെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു പോലീസുകാരൻ്റെ കുടുംബത്തെക്കുറിച്ച്, നിസ്സഹായത അനുഭവിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. അവരൊക്കെ ജീവിക്കാൻ വേണ്ടി തൊഴിൽ തിരഞ്ഞെടുത്തവരാ. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കുടുംബത്തിൽപ്പെട്ടവർ, നമ്മളുടെ അയൽക്കാർ, അതേപോലെ തന്നെ നമ്മുടെ കൂടെ പഠിച്ചവരിൽ എത്രയോ പേര് പോലീസ് സേനയിൽ ജോലി എടുക്കുന്നുണ്ട്. പോലീസുകാരെല്ലാം നല്ലവരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എൻ്റെ നിങ്ങളുടെയും കുടുംബത്തിൽ എല്ലാവരും നല്ലവരൊന്നല്ലോ. ക്രിമിനൽ സ്വഭാവം ഉണ്ടാവരുണ്ടാവും. പക്ഷേ എനിക്കിന്ന് വരെ പോലീസിൽ നിന്ന് യാതൊരുവിധ തിക്താനുഭവവും എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും യുവജന രാഷ്ട്രീയ പ്രവർത്തനത്തിലും പൊതുപ്രവർത്തനത്തിലും വെറും ഒരു സാധാരണക്കാരനെന്ന രീതിയിൽ ഞാൻ ഇപ്പോൾ ഈ മാധ്യമരംഗത്ത് കടന്നു വന്നതിന് ശേഷവും പല കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളുമായി ഇടപെടുമ്പോൾ എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഭരിക്കുന്നത് ആരായിരുന്നാലും ശരിക്കുന്നു, ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ കൊടുത്ത കേസിൽ പോലും പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ എനിക്ക് മാന്യമായ സമീപനമാണ് എന്നോട് സ്വീകരിച്ചിട്ടുള്ളത്. ഞാനവരെ വെല്ലുവിളിക്കാൻ പോയിട്ടില്ല. മാന്യമായിട്ടാണ് ഞാനും ഇടപെട്ടിട്ടുള്ളത്. എന്ന് കരുതി അതിൽ മോശക്കാരില്ല എന്നുള്ള അഭിപ്രായത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും മോശക്കാരുണ്ടാവും. നമ്മുടെ നാട്ടിലുള്ള ആളുകളിൽ എത്ര പേര് മോശക്കാരുണ്ടാവും, നമ്മുടെ കുടുംബത്തിൽ എത്ര പേര് മോശക്കാരുണ്ടാവും എന്നുള്ളത് ആലോചിക്കണം. നിങ്ങൾ ചിന്തിക്കേണ്ടത് വളരെ വൈകാരികമായിട്ടുള്ള ചില സംഭവങ്ങൾ എനിക്ക് കാണാനിടയായി. ഇപ്പോൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സംഭവമായിട്ട് തന്നെ ബന്ധപ്പെട്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ MSF KSU SFI സംഘർഷമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ ഷാഫിയുടെ മൂക്കും ഷോ ഓഫും ബാക്കിയുള്ള പരിപാടികളൊക്കെ നടന്നത്. മറ്റുള്ളവരും മനുഷ്യരല്ലേ, മറ്റുള്ളവർക്ക് മനുഷ്യാവകാശമില്ലേ, അവരുടെ മക്കൾക്ക് മനുഷ്യാവകാശങ്ങളില്ലേ, അവരുടെ കുടുംബത്തിന് വേദനയില്ലേ, അവരുടെ കണ്ണിൽ നിന്ന് പോകുന്ന ചോര തന്നെയല്ലേ എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ന് പോലീസ് സർവീസിൽ വരുന്ന ഉദ്യോഗസ്ഥരിലെ ബഹുഭൂരിപക്ഷവും പഴയ പോലെയല്ല. പണ്ട് 8ാം ക്ലാസ്സും കുസ്തി മതിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. BTech കഴിഞ്ഞവർ, MA കഴിഞ്ഞവർ, BEd കഴിഞ്ഞവർ, അങ്ങനെയുള്ള ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകൾ കഴിഞ്ഞവർ വരെ ഇന്ന് കേരള പോലീസിലേക്ക് വരുന്നുണ്ട്. പക്ഷെ പലരും ആ സർവീസിൽ നിന്ന് ഒരു LDC കിട്ടി അപ്പം ജമ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു SI പോസ്റ്റ് പോലും ചിലപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ട് LDCക്ക് പോകുന്ന ആൾക്കാരുണ്ട്. കാരണം ഇത്തരം അതിക്രമങ്ങളും ഇത്തരം ജീവിതത്തിലെ സമാധാനമില്ലായ്മയും കാരണം ലോ ആൻഡ് ഓർഡർ പാലിക്കാൻ നിർബന്ധിതരായ ഉദ്യോഗസ്ഥർ ഇത്തരം മറ്റുള്ളവരുടെ വെറും ഇരകളായി മാറുന്നൊരവസ്ഥ. തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ കണ്ണടയ്ക്കണം, അതിനെതിരെ പ്രതികരിക്കരുത്. കാക്കിയിട്ട കാബാലികരെ എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കുക. അതിൽ ആരും വലിയ മോശമൊന്നുമില്ല. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഷാഫിയുടെ മൂക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയകൾ ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരവസ്ഥ. ഞാൻ നിങ്ങൾക്കൊരു പോലീസുകാരൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്താ ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വിനോദ് ചന്ദ്രൻ എന്നാണ് ഈ പോലീസുകാരൻ്റെ പേര്. വിനോദ് ചന്ദ്രൻ അദ്ദേഹം IRBയിലെ ഉദ്യോഗസ്ഥനാണ്. അതായത് ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലെ. അദ്ദേഹം തിരുവനന്തപുരംകാരനാണ്. അദ്ദേഹം 3 വയസ്സുള്ള കുഞ്ഞാണ് അദ്ദേഹത്തിനുള്ളത്. അതായത് ചെറിയ ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ വിനോദ് ചന്ദ്രൻ എന്ന് പറയുന്ന പോലീസുകാരൻ 5 വർഷമായിട്ട് പാണ്ടിക്കാടാണ്, IRBയുടെ ക്യാമ്പിലാണ്, ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ്റെ. പണ്ടവിടെ ARPയുടെ ക്യാമ്പായിരുന്നു പാണ്ടിക്കാടിൻ്റെ ഇരുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം തൊട്ട് തന്നെ പാണ്ടിക്കാട്, മരീക്കോടും അന്ന് MSPയുടെ ക്യാമ്പായിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. മലബാർ സ്പെഷ്യൽ പോലീസ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ. അതാണ് പിന്നീട് ഇങ്ങനെയൊക്കെ മാറ്റുന്നത്. അദ്ദേഹം ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ ഈ അക്രമത്തിനകത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകർ പട്ടികയിൽ ആണിയടിച്ച പട്ടിക വെച്ചിട്ട് വരെ പോലീസുകാരെ ആക്രമിക്കുന്നു. അവസാനം അവിടെ സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി എല്ലാ വിദ്യാർത്ഥി സംഘടനകളുമായിട്ടൊക്കെ സംസാരിച്ച് ഇവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് MSFന്റെ പ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിക്കുന്ന KSUവിൻ്റെ പ്രവർത്തകരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്ന സമയത്ത് അത്രയും നേരം പൊരിവെയിലത്ത് നിന്നിട്ട് വെളുപ്പിന് 5 മണിക്ക് പോയതാ ഡ്യൂട്ടിക്ക്, അരി വാങ്ങാൻ വേണ്ടി പോയതാ. അപ്പോൾ അത്രയും നേരം നിന്നതിൻ്റെ അസ്വസ്ഥത കൊണ്ട് പൊരിവെയിലത്ത് നിന്നതിൻ്റെ അസ്വസ്ഥത കൊണ്ട് മര്യാദയ്ക്ക് വെള്ളം കുടിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ നിന്നപ്പോൾ ഇടയ്ക്ക് ഈ മുഖം കവർ ചെയ്തിട്ടുള്ള ആ ഷീൽഡ് ഉണ്ടല്ലോ, ഗ്ലാസ് ഹെൽമെറ്റിൻ്റെ, അതൊന്ന് പൊന്തിച്ച നേരത്താണ് 10 മീറ്റർ ദൂരത്ത് നിന്നിട്ടുള്ള ഒരു വിദ്യാർത്ഥി പ്രവർത്തകൻ, അവനൊക്കെയാണ് നാളെ ഇവിടുത്തെ കേരളത്തിലെ MP MLA ആവാൻ പോണത്. ഇമാതിരി ക്രിമിനലുകളുടെ പുറകെ ഈ ഷോഫീസത്തിൻ്റെയും ഈ മറ്റവൻ്റെയും അവൻ്റെ പിണിയാളിൻ്റെ ഒക്കെ പുറകെ 10 മീറ്റർ ദൂരെ നിന്നിട്ട് പോലീസുകാരൻ്റെ കണ്ണിന് നേരെ കരിങ്കല്ലുകൊണ്ടാണ് എറിഞ്ഞത്.
എൻ്റെ അടുത്ത് ഒത്തിരി വോയിസ് ക്ലിപ്സ് ഉണ്ട്. പക്ഷേ അപ്പോൾ അവരെയൊക്കെ പിന്നെ ബുദ്ധിമുട്ടാവും എന്നുള്ളത് എനിക്ക് വിവരങ്ങൾ തന്നിട്ടുള്ള പോലീസുകാരെയൊക്കെ എനിക്ക് പേരുകൾ പറയാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പലരും പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്, പല ക്യാമ്പുകളിൽ വർക്ക് ചെയ്യുന്നവരാണ്, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് അസോസിയേഷൻ്റെ ഭാരവാഹികളുണ്ട്, SI-മാർ ASI-മാരായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടൊക്കെ ഉണ്ട്. ആലോചിച്ച് നോക്കൂ അവരുടെ പിന്നെ പ്രയാസം എത്രയാണെന്നുള്ളത്. ഈ പോലീസുകാരനെ വിനോദ് ചന്ദ്രൻ എന്ന് പറയുന്ന പോലീസുകാരനെ ആദ്യം പിന്നെ അവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നേരത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? രണ്ട് ശത്രു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുഖത്ത് പരസ്പരം പോരടിക്കുമ്പോൾ പോലും മുറിവേറ്റ സൈനികരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ മനുഷ്യാവകാശ പ്രകാരം പിന്നെ അനുവദിക്കുന്നുണ്ട്. മൃതദേഹങ്ങൾ പരസ്പരം വിട്ടുകൊടുക്കുന്നുണ്ട്. മൃതദേഹങ്ങളോട് അനാദരവ് കാണിക്കരുത് എന്ന നിയമം യുദ്ധ നിയമങ്ങളിലുണ്ട്. അത് പാലിക്കുന്ന കാലത്താണ് പരസ്പരം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുമ്പോൾ അതിനിടയ്ക്ക് ചെന്നപ്പെടുന്ന പോലീസുകാർക്ക് പരിക്ക് പറ്റുമ്പോൾ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കാത്തത്. ഈ പോലീസുകാരനെ കണ്ട് ചർച്ച ചെയ്ത മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, പോലീസ് അസോസിയേഷൻ ഭാരവാഹിക്കും കൂടിയാണ്. അദ്ദേഹം പോലീസ് എന്നുള്ള പെൻഷൻ പറ്റിയ ആളുകളുടെ അസോസിയേഷൻ്റെ ഒരു സമ്മേളനത്തിൽ സംസാരിച്ച ചില ഭാഗങ്ങളും പിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പിന്നെ വിനോദ് ചന്ദ്രൻ എന്നുള്ള പോലീസുകാരനെ അവിടെ നിന്ന് പിന്നെ കൊണ്ടുപോകുമ്പം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് പിന്നെ ഇവർ പറയണം, ആശുപത്രിയിൽ ആദ്യം കൊണ്ടുപോകുന്ന ആംബുലൻസ് തടയുന്നു, കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല. പിന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആദ്യം കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് പറയുകയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ പോലീസുകാരനോട് മറ്റേ പോലീസുകാരൻ കാണാൻ ചെന്നപ്പോൾ ചോദിച്ചത് ഇപ്പോൾ വേദനയുണ്ടോ? അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ഗതിയിൽ ചോദിക്കുക. എൻ്റെ കണ്ണിലെ മുറിവിനിട്ട വേദനയേക്കാൾ എൻ്റെ ഹൃദയത്തിലെ വേദന ഏറ്റവും എന്നാണ് പറഞ്ഞത്. ആ ചെറുപ്പക്കാരൻ്റെ കണ്ണിൻ്റെ കാഴ്ച ശേഷി നഷ്ടപ്പെട്ടിരിക്കുക. ചെറുപ്പക്കാരനാ, 12 വയസ്സേ ഉള്ളൂ, 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ അച്ഛനാ. അതിന് പിന്നെ കാരണം ഇവർ ചോദിച്ചത്ര നിന്റെ ഒരു കണ്ണല്ലേ പോയിട്ടുള്ളൂ, മറ്റേ കണ്ണും കൂടി ഞങ്ങൾ എടുക്കുന്നുള്ള രീതിയിൽ ആലോചിച്ച് നോക്കുന്നു. അതിവൈകാരികമായിട്ട് തന്നെ സംസാരിക്കുന്ന ഈ വിഷയത്തിനകത്ത് ഇത് ഇവിടുത്തെ ഒരു മീഡിയയും കവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് അതിന് ശേഷം പിന്നീട് പേരാമ്പ്ര തന്നെയുള്ള അവിടുന്ന് ചന്ദ്രകാന്ത ആശുപത്രി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞിപ്പോൾ അതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫർദർ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിനോദ് ചന്ദ്രൻ ഞാൻ പറഞ്ഞല്ലോ, ഇവർ പിന്നെ ഈ പിന്നെ 5% കാഴ്ചശക്തിയുള്ളൂ, മാക്സിമം ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ 20% കാഴ്ചശക്തി വരെ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് ചന്ദ്രകാന്ത് എന്നുള്ള ആൾക്കാർ പറഞ്ഞിരുന്നത്. പക്ഷേ ആ പോലീസുകാരുടെ ഫോട്ടോ ഒന്നും കൂടിയാണ് നിങ്ങളെ കാണിക്കുക. കാണണം നിങ്ങൾ മനുഷ്യൻ്റെ അവസ്ഥ. കുടുംബം നോക്കാൻ വേണ്ടി പോയതാ, ജോലി ചെയ്യാൻ വേണ്ടി പോയതാ, ആരെ ആക്രമിക്കാൻ പോയതല്ല. എന്നിട്ട് ഇദ്ദേഹത്തെ അവിടെ നിന്ന് പിന്നെ ഈ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം പിന്നെ ചന്ദ്രകാന്ത് കണ്ണാശുപത്രിയിൽ നിന്ന് പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഭേദപ്പെട്ട ശേഷമല്ല, തുടർ ചികിത്സകൾ മധുര കണ്ണാശുപത്രിയിലാണ്. നമുക്കറിയാം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഹൈ ഹോസ്പിറ്റൽസ് എല്ലാം പിന്നെ അതിൻ്റെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെല്ലാം ഉള്ളത് നമുക്ക് കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ മധുരയിൽ, അതേപോലെ തന്നെ മറ്റു കോയമ്പത്തൂർ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലാണ്. കേരളത്തിലുള്ളതിനേക്കാൾ മികച്ച ഇപ്പോൾ അരവിന്ദ അതിൻ്റെയൊക്കെ ബ്രാഞ്ചുകളിലൂടെ തുടങ്ങിയിട്ടെങ്കിൽ തന്നെയും പിന്നെ അരവിന്ദ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ, എന്നാൽ തന്നെയും ഏറ്റവും മികച്ച അതിൻ്റെ പിന്നെ അതിന് സർജറി ചെയ്യാൻ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. അത് കോയമ്പത്തൂരും മധുരയിലും ഒക്കെയാണ്. ഓക്കെ, ഇടത് കണ്ണ് പൂർണ്ണമായിട്ട് അടഞ്ഞ നിലയിൽ നിൽക്കുന്നത്, അതിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ചുമയൊക്കെ വരുമ്പോൾ കണ്ണ് പുറത്തോട്ട് തള്ളി വരും. ആ സമയത്ത് ഞരമ്പുകളും മുറിഞ്ഞു പോയിട്ടുണ്ട്, രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. ഇത് പിന്നെ മധുരയിൽ ആദ്യം ഇതിനുള്ള ആവശ്യമായിട്ടുള്ള ചികിത്സ കിട്ടിയതിന് ശേഷം മാത്രമേ സർജറിയിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. സർജറിയിൽ ചെയ്താൽ തന്നെ കാഴ്ച തിരിച്ചു കിട്ടുമോ എന്ന് ഉറപ്പില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തലേന്ന് രാത്രി 11 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് മലപ്പുറത്തെത്തിയതാണ് IRBയിലെ പോലീസുകാർ. ഞാൻ പറഞ്ഞാൽ പിന്നെ റിസർവ് ബറ്റാലിയനാണ് അവർ കേരള പോലീസ് അസോസിയേഷനിലെ അംഗങ്ങൾ പോലും അല്ല. കേരള പിന്നെ പോലീസ് അസോസിയേഷൻ്റെ ആൾക്കാർ പക്ഷേ അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. മനസ്സലിവിൻ്റെ ഭാഗമായിട്ട് അസോസിയേഷനുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിക്കാൻ പറ്റുമോ? നമ്മൾ കൺമുമ്പിൽ നമ്മളൊരാൾക്ക് ആക്സിഡൻറ്റ് പറ്റുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് പോയി ആശുപത്രി പോയില്ലേ? നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ അതിലെടുത്തിട്ട് മരുന്ന് മേടിക്കാൻ ഓടില്ലേ? കിട്ടുന്ന വണ്ടി വിളിച്ച് കൊണ്ടുപോകില്ലേ? എന്നതുപോലെ തന്നെ ആ രീതിയിലാണ് അവർ നിൽക്കുന്നത്. MSPയിലും DHQ ക്യാമ്പിലും സ്ഥലം തികയാത്തതിനാൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഓഫീസിലെ മുകൾ നിലയിലും ഓപ്പൺ ടെറസിലുമായിട്ടാണ് അവർ തലേന്ന് രാത്രി 11 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് വരുത്തിയത്. മണിക്കൂറുകൾക്ക് അകം വെളുപ്പിന് 5 മണി മുതൽ കോഴിക്കോട് സർവകലാശാലയിൽ ഡ്യൂട്ടി തുടങ്ങിയവർ. അപ്പോൾ 4 മണിക്കെങ്കിലും പിന്നെ 3:30 അവിടെ നിന്ന് പുറപ്പെടണം പാണ്ടിക്കാട് നിന്ന് കോഴിക്കോട് എത്തണമെന്നുണ്ടെങ്കിൽ. പാണ്ടിക്കാട് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ തൊട്ടടുത്ത് ഇപ്പുറത്തുള്ള പഞ്ചായത്തായിരുന്നു. ഞാൻ കുറേ വർഷം താമസിച്ച സ്ഥലത്ത്, 10 വർഷം താമസിച്ച സ്ഥലത്ത്.
അങ്ങനെ പോയതാ. കുറച്ച് മണിക്കൂറൊന്ന് ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങിന്ന് വരുത്തിയിട്ട് സ്ഥലം തികയാത്തോണ്ട് ടെറസിൻ്റെ മേലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് IRB വന്നവരും പിന്നെ അവിടെയുള്ള പോലീസുകാരും എല്ലാവർക്കും കൂടി ഉള്ള സൗകര്യം ഇല്ല. അതുകൊണ്ട് ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ വീറും വാശിയും വൈദ്യമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പുറത്തുനിന്നുള്ള രാഷ്ട്രീയക്കാരും കൂടെ കയറിയിട്ട് വഷളാക്കുകയല്ല ചെയ്യണ്ടേ. MSFകാരെ നിയന്ത്രിക്കാൻ ലീഗുകാർക്കും SFIക്കാരെ നിയന്ത്രിക്കാൻ CPMമാർക്കും KSകാരെ നിയന്ത്രിക്കാൻ കോൺഗ്രസ്സുകാരും ഒക്കെയാണ് ചെല്ലേണ്ടത്. അവിടെയാണ് ഒരു MP ഷോ ഓഫ് നടത്തിയിട്ട് ഇതിനൊക്കെ പ്രകോപിപ്പിക്കാൻ നോക്കിയിട്ടുള്ളത്, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയിട്ടുള്ളത്. ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തങ്ങൾ നാട്ടിൽ കലാപം സൃഷ്ടിക്കലല്ല, കലാപാന്തരീക്ഷത്തെ പറഞ്ഞ് തണുപ്പിക്കലാണ്. താനായിട്ട് മുൻകൈ എടുത്ത് കലാപം ഉണ്ടാക്കിയിട്ട് തനിക്ക് അതിൻ്റെ ഹീറോ പരിവേഷം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നികൃഷ്ട ജീവികളല്ല നമ്മുടെ ജനപ്രതിനിധികളാവേണ്ടത്. അത് ഏത് ഷോഫിക്കാണെങ്കിലും, ഏത് മറ്റവനാണെങ്കിലും, ഏത് പാർട്ടിക്കാരനാണെങ്കിലും. എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഇടുക്കി ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുമ്പോൾ, കുട്ടികൾ തമ്മിൽ തല്ലുമ്പം, പിന്നെ ഞാനും ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും യുവജന രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടില്ല. ഇന്ന് വരെ ഒരു ലാത്തിചാർജ് കൊണ്ടിട്ടുമില്ല, കൊള്ളാനിട്ട് എൻ്റെ ഒപ്പം പോരെ സംഭവിച്ചിട്ടുമില്ല. ആലോചിച്ച് നോക്കൂ, സംഘർഷത്തിൽ രാഷ്ട്രീയക്കാരായാലും പോലീസുകാരായാലും അവരെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ തടയുന്ന രീതിയിലുള്ള മനോവൈകൃതമുള്ള ആളുകൾ, അങ്ങനത്തെ ചെറുപ്പക്കാർ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ക്രിമിനലിസമാണ്. അതാണ് ഷോഫിസം. ഷോഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനലിസമാണ്. ഗാന്ധിസം വിട്ട് ഷോഫിസത്തിലേക്ക് പോയി എന്നുള്ളത് ഞാൻ പറഞ്ഞു. 2025 നടക്കുന്നത്. ആലോചിച്ച് നോക്കൂ. അതും മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ അവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ പിറ്റേന്ന് അവിടെ എത്തിയ പിന്നെ കമാൻഡന്റ് വാഹിദ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് ഇതിൻ്റെ ഗൗരവാവസ്ഥ മനസ്സിലാക്കിയപ്പോഴാണ് ചന്ദ്രകാന്തയിലേക്ക് പോയത്. അതേപോലെ തന്നെ പിന്നെ ചന്ദ്രകാന്തയിൽ എത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ നാട്ടിൽ നിന്ന് എത്തി, അതേപോലെ സുഹൃത്തുക്കൾ, അവർക്ക് ആശുപത്രിയിൽ തങ്ങാനുള്ള സൗകര്യങ്ങൾ ചന്ദ്രകാന്ത് ആശുപത്രിയിലെ പിന്നെ ഡോക്ടർമാരും പിന്നെ അതിൻ്റെ അധികൃതരും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളത് സത്യമാണ്. അതേപോലെ തന്നെ പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റി, അവർ പോലീസ് അസോസിയേഷനിൽ അംഗങ്ങളല്ലെങ്കിലും വളരെ കൃത്യമായിട്ട് ഈ വിനോദയാത്രത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തെടുത്തു, പിന്നെ കൊടുക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ ഈ പാപമൊക്കെ ഇവരെ എവിടെ കൊണ്ടുപോയി തീർക്കുന്ന പറയണത്? അതിവൈകാരികമായിട്ടുള്ള അല്ലാതെ ഇങ്ങനത്തെ ഒരു വിഷയത്തെ എങ്ങനെ പിന്നെ നമ്മൾ പിന്നെ സമീപിക്കുക? ഇതെല്ലാം ഞാൻ 100% കൺഫേം ചെയ്തിട്ടാണ് പറയണേ. പോലീസ് അസോസിയേഷനിൽപ്പെട്ടവർ, ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാർ, നിലവിലെ കേരള പിന്നെ പോലീസിനകത്ത് വിവിധ തലങ്ങളിൽ സർവീസ് ചെയ്യുന്നവർ, IRBയിലുള്ളവർ, പാണ്ടിക്കാട് ക്യാമ്പുമായി ബന്ധപ്പെട്ട ആളുകൾ ഒക്കെ കൺഫേം ചെയ്തിട്ടാണ് പറയണത്. വെറുതെ ഒന്നല്ല. വെറുതെ ആണെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിക്ക് നായിൻ്റെ മോനോട് പോയിട്ട് കേസ് കൊടുക്കാൻ പറ, താന്തയില്ലാത്തരം കാണിച്ചിട്ട്. ഈ കുട്ടികൾക്ക് കേസിൻ്റെ SFIയുടെ MSFIയുടെ കുട്ടികൾ എന്തെങ്കിലും കാണിക്കുമ്പോൾ മുതിർന്ന നേതാക്കന്മാർ അവരെ നിയന്ത്രിക്കുക വേണ്ടത്. അങ്ങനെ ചെയ്യേണ്ടത്. ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് അങ്ങനെയായിരുന്നു. എനിക്ക് വാർണിംഗ് ലെറ്റർ തന്നിട്ടുണ്ട് പാർട്ടി ഏരിയ കമ്മിറ്റി, അന്നത്തെ പാർട്ടി ഏരിയ സെക്രട്ടറി. ഇനി കോളേജിൽ സംഘർഷം ഉണ്ടായാൽ പിന്നെ നിനക്കെതിരെ നടപടി എടുക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാനേജ്മെൻറ്റിനെ ഒത്തുകൊടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പിറ്റേന്നും അടിയുണ്ടായി. വേറെ കാര്യം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഞങ്ങൾ കോളേജിൽ നിന്ന് തന്നെ പിന്നെ റിട്ടയർഡ് ആയിട്ടുള്ള സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്ന അദ്ദേഹം പ്രിൻസിപ്പൽ പദവി വേണമെങ്കിൽ നിന്നാൽ സാധ്യത ഉണ്ടാകുമ്പോൾ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത്, കാരണം അദ്ദേഹം പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്നു, DC മെമ്പറായിരുന്നു, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, മരണപ്പെട്ടു. ഞാൻ വേണ്ട നല്ല സൗഹൃദം ഉണ്ടായിരുന്നു, നാട്ടിൽ ചെല്ലുമ്പോഴൊക്കെ കാണാറുണ്ടായിരുന്നു. പക്ഷേ എന്നോട് പറഞ്ഞിട്ട് കേൾക്കില്ല എന്ന് കണ്ടപ്പോൾ കോളേജിൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുക, പലതും ഞാൻ അറിയാതെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ എല്ലാവരുടെ തലയ്ക്ക് വരും. അങ്ങനെയാണ് വാർണിംഗ് ലെറ്റർ തന്നു, പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ തീരുമാനം എന്നുള്ള രീതിയിൽ ലെറ്റർ പാഡിനകത്ത്. അങ്ങനെ നിയന്ത്രിക്കണ്ടേ? ചെറിയ പ്രായത്തിൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അന്ന് തല്ലുകൂടിയിട്ടുള്ള KSകാരും MSFകാരും AVPക്കാരൊക്കെ ഇന്ന് നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ്. 10-15 വയസ്സിൽ സ്കൂൾ രാഷ്ട്രീയം നിരോധിച്ചത് നന്നായി, ഏറെക്കുറെ പലയിടത്തും ഇപ്പോൾ ഇല്ല. അതില്ലാതായത് നന്നായി എന്ന് വിശ്വസിക്കുന്നത്. സ്കൂളിൽ രാഷ്ട്രീയം പാടില്ല. ക്യാമ്പസ് രാഷ്ട്രീയം പോലും നാട്ടിലെ പ്രവർത്തനം നടത്തിക്കോട്ടെ, ക്യാമ്പസിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനം ഇനി നല്ല ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക്. അത്രയും കലാപകലുഷിതമായിട്ടുള്ള അവസ്ഥയിൽ പോവുക, പഠിക്കാൻ പോയാൽ അവിടെ ഇവിടെ തമ്മിൽ തല്ലിട്ട് തല്ലില്ലാതാകുക, കുറേ പേരുടെ ഭാവി നഷ്ടപ്പെടുക. സ്കൂളിൽ നല്ല അക്കാദമിക് പശ്ചാത്തലം ഉണ്ടായിരുന്ന ഒരു കോളേജിലെത്തുമ്പോൾ പിന്നെ അവർക്ക് ലാബിൽ കയറുന്നില്ല, ബാക്കിയുള്ളതൊന്നുമില്ല. ഇങ്ങനെ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച് പോകുന്നൊരു മാനസികാവസ്ഥയിൽ നമ്മൾ ഈ പിന്നെ ഈ സിന്തറ്റിക് ലഹരിക്കൊക്കെ അടിമയാവുന്ന പോലെ തന്നെ ഇങ്ങനെ പോവുക ഒരു വഴിക്ക്. ഇതാണ് സംഭവിക്കുന്നത് പലപ്പോഴും. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതേപോലെ തന്നെ പിന്നെ വേറെ രണ്ടാമത്തെ ഒരു കേസ്, അത് പേരാമ്പ്രയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം DYSPയുടെ PS ആയിരുന്നു. ആ പിസ്റ്റളും കയ്യിലുണ്ടാവും. അയാളുടെ ഫോട്ടോ വെച്ചിട്ട്, ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഫോട്ടോ വെച്ചിട്ട്, 2 പിഞ്ചു കുഞ്ഞുങ്ങളാണുള്ളത്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നുള്ള രീതിയിൽ പ്രചരണം നടത്തുക. ഈ ഷോഫിക്ക ഫാൻസ്, കോഴി ഫാൻസ്, മാങ്ങാണ്ടി ഫാൻസ്, ക്രിമിനൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അരി വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ കുഞ്ഞുങ്ങളുടെ പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പണിയെടുക്കാൻ പോണതേ.
ഞാൻ പറഞ്ഞല്ലോ LDC ആയിട്ട് കിട്ടിയാലും വേറുള്ളത് കിട്ടിയാലും അപ്പോൾ ഇവർ ഇത്രയും കടുത്ത 10 മാസം നീണ്ട ട്രെയിനിങ് കാലഘട്ടത്തിൽ പലപ്പോഴും പിന്നെ പോലീസിലേക്ക് പിന്നെ നിയോഗിക്കപ്പെട്ടവർ അവരെ ട്രെയിനിങ് കാലഘട്ടത്തിൽ അവർ ചാടിപ്പോരുന്നുണ്ട് ഈ ജോലി വേണ്ടെന്ന് വെച്ചിട്ട്. അത്രയും കടുത്ത പരിശീലനം നൽകിയിട്ടാണ് അവരെ പുറത്തേക്ക് വിടുന്നത്. ഇപ്പോൾ എനിക്കറിയാം, ഇപ്പം മലപ്പുറത്ത് MSPയിലൊക്കെ ആയിരുന്നു ഇതിൻ്റെ ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നു. MSP കമാൻഡന്മാരായിരുന്ന ഷർഫലിക്ക് എനിക്ക് പിന്നെ പരിചയമില്ല. കുരികേഷ് മാത്യു പഴയ ഇന്ത്യൻ പിന്നെ ഫുട്ബോൾ ടീം അംഗമായിരുന്നു, കേരള പോലീസിൻ്റെ ടീം അംഗമായിരുന്നു. കെ ടി ചാക്കോ സാർ ഇപ്പോൾ സ്വന്തമായിട്ട് അദ്ദേഹം ഒരു ഫുട്ബോൾ അക്കാദമി നടത്തുന്നുണ്ട്. പുള്ളി അദ്ദേഹം ആദ്യം അദ്ദേഹം അവിടെ അസിസ്റ്റന്റ് കമാൻഡൻ്റ് ആയിരുന്നു, പിന്നീട് അവിടെ കമാൻഡൻ്റ് ആയിരുന്നു. എനിക്ക് ആ കുടുംബങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നതാണ്. അദ്ദേഹവും ഇതേപോലെ ഇന്ത്യൻ പിന്നെ കേരള പോലീസിൻ്റെ ഗോളിയായിരുന്നു, അതേപോലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പേര് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് വളരെ കർശനമായിട്ടുള്ള പരിശീലനം നൽകുന്നത്. അങ്ങനെ വന്നിട്ടുള്ള സ്ഥലത്താണ് ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ DYSPയുടെ PS ആയിരുന്ന പിന്നെ ഈ സിവിൽ പോലീസ് ഓഫീസറുടെ ഫോട്ടോ വെച്ചിട്ട് ഇയാളുടെ ഫോട്ടോ വയ്ക്കില്ല, MLAയുടെ മുഖവുമായിട്ട് മുഖഛായയില്ലേ MLAയുടെ ഫോട്ടോയും കൂടി വെച്ചിട്ട്. ഇവിടെ മഹാത്മാഗാന്ധിയുടെ സാമ്യതയുള്ള ഒരാളെ ഞാനിവിടെ മട്ടാഞ്ചേരിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നെ ഫോട്ടോ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് എടുത്ത് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാവും. ലിറ്ററലി മഹാത്മാഗാന്ധിയുടെ മാതിരി ഒരു ഫ്രഞ്ചുകാരനാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും സാമ്യത വെച്ചിട്ട് ഇപ്പോൾ മോഹൻലാലിൻ്റെ സാമ്യതയുള്ളവരുണ്ട്, ജയൻ്റെ സാമ്യതയുള്ളവരുണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയകളിലും പിന്നെ അതേപോലെ തന്നെ ഈ മറ്റേ എന്താ പറയുക ഈ ചാനലുകളുടെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളിലൊക്കെ അത്തരം ആൾക്കാർ വരാറുണ്ട്. കണ്ട് അതേപോലെ ഇരിക്കും ഒരു അച്ഛനും വാർത്ത പോലെ. എന്നിട്ട് അനാവശ്യമായിട്ടുള്ള പ്രചരണം. 10-30 വർഷം ഒരു അധ്യാപികയായി ജോലി ചെയ്ത് പിരിഞ്ഞ പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയെ അപമാനിക്കുന്ന രീതിയിൽ വൃത്തികെട്ട പരാമർശങ്ങളോടുകൂടിയിട്ട് പറയുക, സൈബർ അറ്റാക്ക് നടത്തുക. 30 വർഷം അധ്യാപികയായിരുന്ന അമ്മ, ആ അമ്മയെ കാണാൻ പോയൊരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിച്ചത് ഞാൻ കണ്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് 2 കുഞ്ഞുങ്ങളുണ്ട്, അമ്മ ടീച്ചറായിട്ട് വിരമിച്ചാണെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് പെൻഷൻ ഉണ്ട്, ഇനി അവനോട് ജോലിക്ക് പോകണ്ടെന്ന് എനിക്ക് പറയാനുള്ളതെന്ന്. ആ ഭാര്യയും ആ കുഞ്ഞുങ്ങളും എല്ലാം അപമാനിക്കപ്പെടുകയാണ്. അവരെല്ലാം ഫോട്ടോ വെച്ചിട്ടിടുക. എന്നിട്ട് ഇവന്മാർക്കെതിരെ തോന്നിയാസം കാണിച്ചതിന് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ സൈബർ അറ്റാക്ക്. ഇവന്മാരെ താങ്ങാൻ പോകുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്ന കുറേ വൃത്തികെട്ട സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ പിന്നെ എന്താ പറയുക, സ്ത്രീത്വം അവമാനിക്കപ്പെട്ടു. അവിടെ അവമാനിക്കുന്നേ നിങ്ങൾ ഇമ്മാതിരി തോന്നിയാസം കാണിച്ചാൽ മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. ഏത് പാർട്ടിക്കാരൻ കാണിച്ചാലും ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരത്തെ ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ വിരോധി ചന്ദ്രൻ്റെ കേസ് മാത്രമല്ല, പേരാമ്പ്രയിലെ പോലീസുകാരൻ്റെ കേസും വലിയ ഒരു വിഷയം തന്നെയല്ലേ. വേണ്ട, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഈ പരമനാറി ഹോസ്പിറ്റലിൽ കിടക്കുമ്പം അവൻ്റെ പിന്നെ മുക്കിൻ്റെ പാലം നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കയറാൻ പറ്റുന്ന രീതിയിലുള്ള ICU, എനിക്ക് ലോകത്ത് ആദ്യമായിട്ട് കാണാം ഇങ്ങനത്തെ ICU. മാധ്യമങ്ങൾക്കെല്ലാം പ്രവേശനം, എപ്പോഴും ഫോണിൽ സംസാരിക്കാം, റെസ്റ്റ് വേണ്ട, അങ്ങനത്തെ ഒരു ICU. എന്നിട്ട് പിന്നെ ഈ ICU വാർഡിലിട്ടാൽ പോരായിരുന്നോ, അല്ലെങ്കിൽ റൂമിലാക്കിയാൽ പോരായിരുന്നോ? വെറുതെ പഠിപ്പിക്കാൻ വേണ്ടി ICU ഇട്ടേക്കുന്നത്. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോയില്ലേ? അതിൻ്റെ വ്യാഖ്യാനം തന്നെ, അതിൻ്റെ ഫുൾ ഫോം തന്നെ മാറ്റിക്കളഞ്ഞില്ലേ? ആർക്കും എപ്പോഴും കയറി ചെന്ന് ഫോട്ടോ എടുക്കുക, എല്ലാം ചെയ്യാം, എന്ത് പരിപാടി ആവാം. ഇയാൾക്ക് പിന്നെ എന്താ പറയുക, അണുബാധ ഉണ്ടാവാൻ സാധ്യതയില്ല, ഒന്നുമില്ല, സംസാരിക്കുന്നതിന് തടസ്സമില്ല. സർജറി കഴിഞ്ഞിട്ട് സർജറി നടത്തിയ ഉദ്യോഗസ്ഥനൊക്കെ പത്മശ്രീ കൊടുക്കുകയും വേണം. പിന്നെ അല്ലെങ്കിൽ അവിടുത്തെ ഈ പുതിയ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് അവർക്ക് അതിന് പേറ്റൻറ്റും കൊടുക്കണം. അവർക്ക് അടുത്ത തവണ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസിന് പിന്നെ ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം പോകണം എന്നുള്ള അഭിപ്രായമാണ്. അത് നൽകണം, അതിന് യോഗ്യരാവർ. അവിടെ തൊട്ട് മുകൾ നിലയിൽ DYSP ഹരിപ്രസാദ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അതേ സംഭവത്തിൽ തന്നെ ഗുരുതരമായി പരിക്ക് പറ്റിയ നിലയിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചോ? നിയതമായ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. CRPC ഫോളോ ചെയ്തിട്ട്, അതേപോലെ തന്നെ കേരള പോലീസ് ആക്ട്, CRPCയും കേരള പോലീസ് ആക്ടും ഒക്കെ അനുസരിച്ചാണ് പോലീസുകാർ പ്രവർത്തിക്കുന്നത്. 100% പെർഫെക്റ്റ് ആണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. തിക്താനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. കസ്റ്റഡി മരണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം, അങ്ങനെയുള്ളവരുണ്ട്, അഴിമതിക്കാരുണ്ട്. വിജിലൻസ് തന്നെ, പോലീസിൽ തന്നെയുള്ള പോലീസുകാരെ പിടിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവം എല്ലാ സർവീസിലും ഉണ്ട്, സ്വകാര്യ സ്ഥാപനങ്ങളിലില്ലേ?
ജോലിക്ക് നിൽക്കുന്ന സ്വർണ്ണക്കടയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുന്ന ജീവനക്കാരില്ലേ? KSRTCയുടെ കളക്ഷനകത്ത് തിരിമറി നടത്താൻ നോക്കുന്ന ജീവനക്കാരില്ല? അത് എഴുതിയിട്ട് അതിനകത്തുള്ള ജീവനക്കാർ മൊത്തം മോശമാണോ? സ്വർണ്ണക്കടയിലെ ജീവനക്കാർ മൊത്തം മോശമാണോ? അങ്ങനെയാണോ അതിനർത്ഥം? സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ കറക്റ്റായിട്ടുള്ള ആൾക്കാരില്ലേ? രാഷ്ട്രീയത്തിൽ എത്രയും മോശക്കാരുണ്ട്, വൃത്തികെട്ടവരുണ്ട്. ബലാത്സംഗ കേസിൽ പ്രതികളായിട്ടുള്ളവരുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം അടുത്ത് ഇവിടെ അൽത്താഫ് എന്തോ പറഞ്ഞ ഒരുത്തൻ വെടിയേറ്റ് കൊല ചെയ്യപ്പെട്ടല്ലോ, ഉത്തർപ്രദേശിൽ. ഭൂലോക ക്രിമിനലായിരുന്നില്ലേ? സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുക, കൂട്ടബലാത്സംഗത്തിന് ഇടയാക്കുക, അങ്ങനെയൊക്കെയല്ലേ? അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് രാഷ്ട്രീയത്തിൽ, വൃത്തികെട്ടവരില്ലേ? അത് രാഷ്ട്രീയത്തിലുള്ളവർ മുഴുവൻ മോശക്കാരാണോ? തെന്നല ബാലകൃഷ്ണപിള്ളയും ഉമ്മൻചാണ്ടിയും ജീവിച്ചിരിക്കുന്ന AK ആന്റണിയും അന്തരിച്ച BS അച്യുതാനന്ദനും EMSഉം നായനാരും ജീവിച്ചിരിക്കുന്ന പാലോളി മുഹമ്മദ് കുട്ടിയും ഗുരുദാസനും കുമ്മനം രാജശേഖരനും രാജഗോപാലും ഇവരൊക്കെ അഴിമതിക്കാരാണോ? സുരേഷ് ഗോപിയെക്കുറിച്ച് പോലും അഴിമതിക്കാരെന്നുള്ള ആക്ഷേപം നമുക്ക് ഉന്നയിക്കാൻ പറ്റുമോ? അവർ രാഷ്ട്രീയത്തിൽ അഴിമതിക്കാരുണ്ട്. അത് പഞ്ചായത്ത് തലം തൊട്ട് സംസ്ഥാന തലം വരെയും അഖിലേന്ത്യാ തലം വരെയും ഒക്കെ ഉണ്ട്. അതിനെ സാമാന്യവൽക്കരിക്കരുത്. എല്ലാവരും മോശക്കാരാണെന്ന് പറയാൻ വരരുത്. പേരാമ്പ്രയിലെ പോലീസുകാരുടെ കുടുംബം അനുഭവിക്കുന്ന വല്ലാത്തൊരു അവസ്ഥയാണ്. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് അവർക്കെതിരെ അനാവശ്യമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത്. ആരാ നടത്തുന്നത്? ഈ ഭൂലോക കോഴികളുടെയും ഒരുത്തൻ പ്രകൃതി വിരുദ്ധ ലൈംഗികതയുടെ വിദഗ്ധനായിട്ടുള്ള ഒരുത്തൻ്റെയും സുണാപ്പിയുടെ സംരക്ഷകനായിട്ടുള്ള ഒരുത്തൻ അവൻ്റെ അനുയായിയുടെയും പേരിൽ അവരുടെ ഫാൻസുകാരാണ്. അവർക്ക് അവരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് വാചാലരായിട്ടാണ് അവർ ഈ തോന്നിയാസം കാണിക്കുന്നത്. സ്വന്തം പാർട്ടിയിലുള്ളവർ അവർക്കെതിരെ സംസാരിച്ച് അവരെക്കുറിച്ച് മോശമായിട്ടുള്ള പോസ്റ്റർ പ്രചരണങ്ങളും ബാക്കിയുള്ളതും സോഷ്യൽ മീഡിയയിലെ ക്യാമ്പയിനും നടത്തുന്നവർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം കോവിഡ് കാലഘട്ടത്തിലൊക്കെ ഈ പോലീസുകാരും ആരോഗ്യ പ്രവർത്തകരും എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പകരുന്ന രോഗമാണ്, നമ്മളൊക്കെ വീട്ടിലിരിക്കാൻ പറഞ്ഞു, അകലത്തിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു, മാസ്ക് ഇടണമെന്ന് പറഞ്ഞു, ഒക്കെ പറഞ്ഞു. പോലീസുകാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഇത് പാലിക്കാൻ പറ്റുമോ? ബലം പ്രയോഗിച്ച് കോവിഡ് ബാധിച്ചവരെ പിടിച്ച് ആശുപത്രി കൊണ്ടുപോകണം. ഈ രോഗം പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയാം. പെട്രോളിങ് നടത്തുന്നു, ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. അന്ന് അതിഭീകരമായ ഒരവസ്ഥയിൽ ലോകം പിറങ്ങലിച്ചിരിക്കുന്ന സമയത്ത് ജീവൻ പണയം വെച്ചാൽ പോണേ. കുഞ്ഞുങ്ങളൊപ്പം മര്യാദയ്ക്ക് വീട്ടിലിരിക്കാൻ ലീവ് കിട്ടാനുള്ള ദിവസമായിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സംഘർഷം വരുന്നത് അല്ലെങ്കിൽ വിഷയം വരുന്നത് പെട്ടെന്ന് പോവുക. ബാക്കിയുള്ള എല്ലാ ജോലിയേക്കാളും ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ആരോഗ്യ മേഖലയിലെ ജോലി. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെ ആക്രമിച്ചത്, അതിനുമുമ്പ് ഒരു വനിതാ ഡോക്ടറെ തിരുവനന്തപുരത്ത് കൊന്നത്, ഒരു മയക്കുമരുന്നിന് അടിമയായ ഒരുത്തൻ, അവിവാഹിത കൂടിയായിട്ടുള്ള ചെറിയ യുവതി, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകരും പോലീസുകാരും ഒക്കെ ഇത്രയും വലിയ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുക എന്നാണ്. ഇപ്പം നമ്മളെ ഫയർഫോഴ്സുകാർ എത്ര റിസ്ക് എടുത്തിട്ടാ. തീയുടെ നമുക്ക് 100 മീറ്റർ അപ്പുറത്ത് അവിടെ ഒരു ബിൽഡിംഗ് എത്തുന്നുണ്ടെങ്കിൽ 100 മീറ്റർ അപ്പുറത്ത് നിന്നാൽ നമ്മൾ ആ തീക്കാറ്റിൽ നമ്മൾ പൊള്ളിപ്പോവും. അതിനടുത്തേക്കാണ് അവർ ഈ വെള്ളത്തിൻ്റെ ഇതുമായിട്ട് ഓസുമായിട്ട് ചെന്നിട്ട് പമ്പ് ചെയ്യുന്നത്. ജീവൻ പണയം വെച്ചിട്ടാ ഏണിയൊക്കെ വെച്ചിട്ട് കയറിയിട്ടൊക്കെ ചെയ്തൊക്കെ കെടുത്തുന്നത്, ഓരോരുത്തരെ രക്ഷപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം കിണറ്റിൽ വീണ ആളെ രക്ഷപ്പെടുത്താൻ പോയപ്പോഴാണ് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥൻ ആ കൂട്ടത്തിൽ ബാക്കിയുള്ള കിണറിൻ്റെ കൈവരിയും കൂടി ഇടിഞ്ഞു കൊണ്ടിട്ട് മരിച്ചത്. വെള്ളത്തിൽ മുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ മരണപ്പെട്ട ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള എത്രയോ പേരുണ്ട്. അതിനിടയിലാണ് ഇവരൊക്കെ തോന്നിയാസം കാണിക്കുന്നത്. എൻ്റെ ചെറുപ്പം തൊട്ടുള്ള പോലീസ് അനുഭവങ്ങൾക്കകത്ത് എനിക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. വെള്ളത്തെ ചെയ്തിട്ടില്ല എന്നും പറയുന്നില്ല, ഒരിക്കലും മാത്രം. അത് ക്യാമ്പസിനകത്ത്. അതെനിക്ക് 15 വയസ്സേ ഉള്ളൂ, ഫസ്റ്റ് PDC പഠിക്കുമ്പോഴാണ്. SFI MSF സംഘർഷം ഉണ്ടായി. പുറത്ത് പാർട്ടി ഓഫീസിൽ ആക്രമിക്കുന്ന രീതി ഉണ്ടായി. അത് ഞാനുമായിട്ടാണ് ആദ്യം ക്ലാഷ് ഉണ്ടാവുന്നത്. ആ ക്ലാഷ് വളർന്നുപോയി. അവരൊക്കെ അടുത്ത സുഹൃത്തുക്കളാണ്. മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണ് മഞ്ചേരി, ക്യാമ്പസ് SFIയുടെ കയ്യിലുമാണ്. അങ്ങനെ വളർന്നുപോയൊരു ഘട്ടത്തിൽ രാത്രിയിൽ CPMൻ്റെ ഓഫീസ് ആക്രമിച്ചു. പകരം ലീഗിൻ്റെ ഓഫീസ് ആക്രമിക്കാൻ വേണ്ടി പോകുന്നു. പോലീസ് തടയുന്നു. പോലീസ് തടഞ്ഞ് ഇത് സമരത്തിൽ പങ്കെടുത്തവരെ പല ഭാഗത്തേക്ക് ഇങ്ങനെ തടയാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിലേക്ക് നീങ്ങിയപ്പം, ലാത്തി ചാർജ് തുടങ്ങിയപ്പം അതിൻ്റെ ഇടയിൽ കൂടി പോലീസ് ജീപ്പ് കത്തിച്ചു. ഞാനുൾപ്പെടെയുള്ള ഒരു പങ്കാളിയായിട്ടുണ്ടായില്ല. 15 വയസ്സിലാണ് പോലീസ് ജീപ്പ് മഞ്ചേരി സെൻറ്ററിലിട്ടിട്ട് കത്തിച്ചു. പോലീസ് ജീപ്പിന് ഒറ്റ പോലീസുകാർക്കും പരിക്കില്ല എന്നുള്ള ഉറപ്പെടുത്തിയിട്ടോ. ജീപ്പിലേക്ക് ഒരു കുപ്പി പെട്രോൾ എറിഞ്ഞു, തീപ്പെട്ടി ഉറച്ചിട്ടു, പോലീസ് ജീപ്പ് നിന്നും കത്തി. കേസൊക്കെ എങ്ങനെയൊക്കെ തീർന്നെന്ന് എനിക്കറിയില്ല. എനിക്ക് 15 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അക്കാശ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എൻ്റെ അനുഭവത്തിൽ എത്ര അന്ന് മഞ്ചേരി ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, പിന്നീട് ഞാൻ അവിടെ വന്നിട്ടുള്ള രാധാകൃഷ്ണൻ സാർ CA ആയിരുന്നു.
അന്ന് SHO എന്നുള്ള പദവി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ ചുമതല SI-ക്കാ. SI ആയിട്ട് വന്ന അമീർ സാർ പിന്നീട് പുള്ളി DYSP വരെ ആയെന്ന് കേൾക്കുന്നു. പുള്ളി അദ്ദേഹം പിന്നീട് ക്യാൻസർ ബാധിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ പലരോടും അന്വേഷിച്ചപ്പം, അക്കാലത്തുണ്ടായിരുന്ന ചില പോലീസുകാരടക്കം പിൽക്കാലത്ത് അന്വേഷിച്ചപ്പം വളരെ സ്നേഹപൂർവ്വമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിനൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹം പിന്നെ ഒക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ മാന്യമായിട്ട് പറയുക, ഇടപെടുകയും പല കേസുകൾ വരുമ്പോഴും അവർ മാന്യമായിട്ട് സംസാരിക്കുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്തിരുന്നു. ക്യാമ്പസിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴും മാന്യമായിട്ട് തന്നെ ഇടപെട്ടിട്ടുള്ളത്. സ്വന്തം മക്കളോട് പറയുന്ന പോലെയൊക്കെ തന്നെ പറയും. അത് എഴുതി നമ്മൾ പിന്നെയും മെക്കിട്ട് കയറുകയും പിന്നെയും ആക്ഷൻ പോവുകയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രമോഹൻ സാറ്, അതേപോലെ ഭാസ്കർ സാർ SI ആയിരുന്നു. മഞ്ചേരിയിൽ ദീർഘകാലം പിന്നെ CI ആയിരുന്ന ആളാണ് അലവി സാർ. ഇപ്പോൾ DYSP ആയി, പ്രൊമോഷൻ കിട്ടി. അദ്ദേഹത്തെ SI അലവി എന്നറിയപ്പെടുക. അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പണിഷ്മെൻ്റ് രീതി എന്ന് പറഞ്ഞാൽ പാതിരാത്രിയൊക്കെ എവിടെയെങ്കിലും രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ എവിടെയെങ്കിലും സംഘടിച്ചിരിക്കുന്ന യുവാക്കളൊക്കെ ഉണ്ടെങ്കിൽ കാറ്റ് കാണാൻ ഇറങ്ങിയതാണെന്നൊക്കെ പറയും. ഇവരെന്തെങ്കിലും ന്യായീകരണം, കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാണെന്നൊക്കെ. കാണാനല്ല, കാറ്റ് കൊള്ളാൻ. അങ്ങനെ പുള്ളിയെക്കുറിച്ച് കുറേ വീരകഥകളുണ്ട്. പുള്ളി പിന്നെ ഇപ്പോഴത്തെ അവരുടെ പിന്നെ SI ആയിട്ടിരിക്കുന്ന സമയത്ത് കോഴിക്കോടിനടുത്തോ എവിടെയാണെന്നോ അതോ തിരൂരിനടുത്തോ SI ആയിരിക്കുന്ന സമയത്ത് കാറ്റ് കൊള്ളാൻ ഇറങ്ങിയാണെന്ന് പറഞ്ഞപ്പോൾ നേരെ പോലീസ് വണ്ടി കയറ്റിയിട്ട് കുറേ കിലോമീറ്ററുകൾ അപ്പുറത്ത് ബീച്ചിൽ കൊണ്ട് ഇറക്കി. ഇവിടെ നിന്ന് കാറ്റ് കൊണ്ടോളാൻ പറഞ്ഞു, നല്ലപോലെ കാറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു പുള്ളിയുടെ പണിഷ്മെൻ്റ് രീതി. എന്താണെന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ പ്രശ്നമാവും. എനിക്ക് അങ്ങനെ പോലീസുകാർ കൈകാര്യം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. നിയമത്തിൻ്റെ ഈ പിന്നെ നൂലാമാലകളിലേക്ക് പോകാത്ത മഞ്ചേരി സ്റ്റേഷനിൽ തന്നെ എനിക്കറിയാവുന്ന വേറെ കേസുണ്ട്. മങ്കട എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് ഓട്ടോയിൽ വരുമ്പം മഴക്കാലമാണ്. ഒരു മുസ്ലിം യുവതി ഒരു ചെറിയ കുഞ്ഞും കൂടി വരുമ്പോൾ ആ ഓട്ടോ ഡ്രൈവർ അവരെ അവിടുന്ന് ആനക്കയം വരെ, മങ്കട തൊട്ട് ആനക്കയം വരെ ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. കാരണം 2 സൈഡിൽ ടാർപോളിനിട്ട് മൂടിയിരിക്കുക. വണ്ടി നിർത്തി ആടാനും പറ്റില്ല, വണ്ടി സ്പീഡില്ല. ഇവൻ ഒരു കൈ വണ്ടി ഓടിക്കുക. കാരണം എതിരെ വരുന്നവർക്ക് കൃത്യമായിട്ട് തന്നെ അകത്തെ കാഴ്ച കാണാൻ പറ്റില്ല, സൈഡിലും കാണാൻ പറ്റില്ല, ഒക്കെ മൂടിക്കൊണ്ടിരിക്കുക മഴക്കാലത്ത്. മറ്റേ കൈ കൊണ്ട് ഈ പെൺകുട്ടിയെ ലൈംഗികമായിട്ട് അതിക്രമിച്ചുകൊണ്ടിരുന്നു. മങ്കട എത്തിയപ്പോൾ മങ്കടയല്ല, ഈ പിന്നെ ആനക്കയത്തെത്തിയപ്പോൾ എങ്ങനെയോ ബ്ലോക്കിൽപ്പെട്ടപ്പോൾ പെൺകുട്ടി വണ്ടി നിർത്ത് ഇറങ്ങി. മറ്റോ വണ്ടി അങ്ങനെയൊക്കെയോ വെട്ടിച്ച് പോവുകയും ചെയ്തു. പക്ഷേ അവൻ്റെ വണ്ടി നമ്പർ നോട്ട് ചെയ്ത് അങ്ങനെയൊക്കെയോ ആയിട്ട് പിന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് പോലീസുകാർ ഇവരെ പിടിച്ചു. പിന്നെ വണ്ടി 1 മാസം ഇവിടെ ഇട്ടു. കേസ് പിന്നെ രജിസ്റ്റർ ചെയ്യാൻ ഫെയറിലാണ് നിന്നില്ല. ആദ്യം ഒരു നന്നാക്കി അടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്ത്രീയും അവളുടെ ഭർത്താവും കൂടി വന്നപ്പോൾ വീണ്ടും നന്നാക്കിയിട്ട് കൊടുത്തു. നല്ലപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പോലെ കൈകാര്യം ചെയ്തു. ഇന്നാണെന്നുണ്ടെങ്കിൽ അവനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ എന്തെങ്കിലും CCTV ദൃശ്യമോ കാര്യങ്ങളൊക്കെ എടുത്തു വന്നിട്ട് അവനെ മർദ്ദിച്ചോ മാത്രം കേസാക്കും. പോലീസുകാർ കുടുങ്ങിപ്പോയി. അന്ന് അങ്ങനെ പല കേസുകളും അങ്ങനെ ഒതുക്കപ്പെട്ടിട്ടുണ്ട്. ചിലയിടത്തൊക്കെ അത് തന്നെ എളുപ്പവഴി. 5, 8, 10 കൊല്ലം കേസിൻ്റെ പുറകെ പോയിട്ട് കാര്യമൊന്നുമില്ല. കുന്നംകുളത്ത് പോലീസിൻ്റെ മർദ്ദനം ഏറ്റവും വലിയ നല്ലവനൊന്നല്ല. അവനെക്കുറിച്ചുള്ള കഥ അടുത്ത ദിവസം പറഞ്ഞുതരാം. അവൻ്റെ എത്ര കേസിൽ പ്രതിയാണെന്നറിയോ? ഭൂലോക കുറ്റവാളി. പോലീസുകാർ എല്ലാവരും വിശദീകരിക്കുന്നതല്ല ഞാൻ. അലവി സാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ CI അമൃതരംഗൻ, ഞാൻ നിലമ്പൂർ പോയിട്ട് താമസാക്കിയതിന് ശേഷമുള്ള ബന്ധാ. അദ്ദേഹം പൂക്കോട്ടുംപാടത്തെ CI ആയിരുന്നു. കളമശ്ശേരിയിലെ സക്കീർ ഹുസൈനോട് വളരെ റഫായിട്ട് സംസാരിച്ച് കൂടിയ നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. അലവി സാറ് മാത്രമല്ല, ഇതിനിപ്പം പിന്നെ DYSP ആയി. അമൃതരംഗൻ പിന്നെ DYSP ആയെന്നറിയില്ല. അദ്ദേഹം ലോയും കഴിഞ്ഞിട്ടുള്ള ആൾ. LLB കഴിഞ്ഞിട്ട് പിന്നീടാണ് SI ആയിട്ട് വരുന്നത്, പിന്നെ CI ആവുന്നത്. അതേപോലെ തന്നെ മനോജ് പറയട്ടെ, അദ്ദേഹം എടക്കര CI ആയിരുന്നു, SHO ആയിരുന്നു. ആ സമയത്ത് പിന്നെ ഞാനൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട്, അതായത് എനിക്ക് പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് ഞാൻ വളരെ ആൾക്കോടിക്കുമായിരുന്നു. രാത്രിയിൽ വിളിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. പിറ്റേന്ന് അദ്ദേഹം സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി എന്നെ പിറ്റേന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് യാത്ര ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞു. പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ രാജേഷ് അവിടെ പിന്നെ അദ്ദേഹം പിന്നീട് പോത്തുകൽ സ്റ്റേഷനിലായിരുന്നു. അദ്ദേഹം വന്ന് എന്നോട് വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമായിരുന്നു. പക്ഷേ എനിക്കങ്ങോട്ട് യാത്ര ചെയ്യാൻ എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൊക്കെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം പിന്നെ എൻ്റെ ചില സുഹൃത്തുക്കളെയും പിന്നെ ബന്ധുക്കളെയൊക്കെ വിളിച്ചറിയിച്ചു. എത്രയും പെട്ടെന്ന് രാജൻ ജോസഫിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സ്ഥിതിയുണ്ട്. ഇപ്പോൾ അടുത്ത് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു വിഷയം വന്നു. പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ കേസ് വന്നു. ചെന്നപ്പോൾ പോലീസുകാർ വളരെ മാന്യമായിട്ട് SI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പെരുമാറിയിട്ടുള്ളത്. സ്റ്റേഷനിൽ ചെന്നപ്പോൾ വളരെ മാന്യമായിട്ടാണ്. ഈ വാർത്ത ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസാണ്. കേസ് എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. അതേപോലെ തന്നെ തിരുവനന്തപുരം പിന്നെ സൈബർ സെല്ലിലെ ഇടതുമുന്നണി ഭരണകാലത്തിലാണെന്ന് ഇതൊന്നൊക്കെ ഓർക്കണം. ഞാൻ പാർട്ടിക്ക് നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ്. അവിടുത്തെ സൈബർ വിങ്ങിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും CIയും ഉൾപ്പെടെയുള്ളവർ അവർ എറണാകുളത്ത് വന്നു. ആദ്യം വന്ന് ഞങ്ങൾ മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയിട്ട് ഞാൻ സ്റ്റേഷൻ ജാമ്യം എടുക്കുന്നു. വളരെ മാന്യമായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. വേണ്ട, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PP ദിവ്യ കൊടുത്ത കേസിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണപുരം കോടതിയിൽ നിന്ന് എനിക്ക് ജാമ്യം കിട്ടുന്നു. മുൻകൂർ ജാമ്യം കിട്ടാത്ത വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത്. പക്ഷേ ജാമ്യം കിട്ടുന്നു. ഞാൻ അവരുടെ നാട്ടിലുള്ള കണ്ണപുരം സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ വളരെ മാന്യമായിട്ടാണ് പോലീസുകാർ ഇടപെട്ടിട്ടുള്ളത്.
അവിടെ നിന്ന് തന്നെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ് എ സി ആരോ വിളിച്ച് പിന്നെ ഇവരെ ഇൻറ്റിമേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ആളെത്തിയിട്ടുണ്ടെന്നുള്ളത്. വേണമെങ്കിൽ എനിക്ക് അവിടെ നിന്ന് രാഷ്ട്രീയമായിട്ട് അക്രമം ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. ഒന്നും ഉണ്ടായിട്ടില്ല. പോലീസുകാരും വളരെ മാന്യമായിട്ട് അവർക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കേസും കൂടിയൊക്കെ വേണമെങ്കിൽ കൂട്ടിക്ക് ഇട്ടിട്ട് ജാമ്യം റദ്ദാക്കാനുള്ള വകുപ്പൊക്കെ ചെയ്യാം. കാരണം ഞാൻ വീണ്ടും വീഡിയോ ചെയ്തിട്ടില്ല. അവൻ മാന്യമായിട്ട് ഇടപെടുമ്പോൾ മാന്യമായിട്ട് തന്നെ ഇടപെടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഇത്തരം സമര രീതികളെന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രീ ഡിഗ്രിയിലെ പ്രായത്തിൽ അങ്ങനെ സംഭവിച്ചതിന് ശേഷം പിന്നീട് കോളേജിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോകുമ്പം സമരത്തിന് മഞ്ചേരി എൻ എസ് സ്കൂളിലെ കുട്ടികളെത്തിയിട്ട് വേണം, യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും മലപ്പുറത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിന് മുമ്പിലാണെങ്കിലും ഒരു സമരം തുടങ്ങാൻ. കാരണം മഞ്ചേരി എൻ എസ് കോളേജ് മാത്രമാണ് SFIയുടെ കോട്ട. പോകുമ്പോൾ ഞാൻ പറയും, അവിടെ നിന്നെങ്ങാനും ഏറോ അടിയോ എല്ലാം കൊണ്ടുവന്നിട്ട് പരിക്കോ എല്ലാം പറ്റിയിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നിന്ന് എൻ്റെ വക വേറെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതിന് കട്ടയ്ക്ക് നിൽക്കുന്ന ലീഡർഷിപ്പ് ബാക്കിയുള്ളവരും ഉണ്ടായിരുന്നു. അവരും പറയും. നമ്മൾ പലപ്പോഴും മുമ്പിലേക്ക് പോവുകയും പുറകിൽ നിൽക്കുന്നവർ കല്ലെറിയുകയും ചെയ്യുമ്പോഴാണ് മൂന്നാലഞ്ചെണ്ണം ദേഹത്ത് കൊള്ളുമ്പോഴാണ് പോലീസിൽ ലാത്തിചാർജ് നടത്തുക. മുമ്പിൽ നിൽക്കുന്നവരല്ല എറിയണത്, അവർക്കാണ് അടി കിട്ടുക. അത് കഴിഞ്ഞിട്ട് പോലീസ് ഭീകരത എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് DYFI സമരത്തിലും SFI കാലഘട്ടത്തിലും അത്രയും കുറേ വർഷങ്ങൾ അങ്ങനെ ചെലവഴിച്ചിട്ടുണ്ട്. ആ പറയുന്ന ഒരു 28 വയസ്സ് വരെയുള്ള ആ കാലഘട്ടം, പ്രത്യേകിച്ചും ഒരു 17 ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ടുള്ള ആ ഒരു 10-11 വർഷക്കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ സമരത്തിന് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അടി കിട്ടി വന്നാൽ ഇവിടുന്ന് നമ്മളിവിടുന്ന് കിട്ടും. അടി എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നതാണ്, ബോധപൂർവം ഉണ്ടാക്കുന്നതാണ്. പോലീസ് വെടിവെപ്പ് ഉണ്ടാവുന്നതും ബോധപൂർവം ഉണ്ടാക്കുന്നതാണ്. രക്ഷയില്ലാതെ വരുമ്പോഴാണ് അവർ പിന്നെ ഫയർ ചെയ്യാൻ പറയുന്നത്, ഓർഡർ കൊടുക്കുന്നത്. അത് ഏത് സമരത്തിലാണെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവർ മനുഷ്യരാണെന്നുള്ള ചിന്തിക്കണ്ടേ? നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കളിൽ, നമ്മുടെ അയൽവക്കക്കാരിൽ, നമ്മുടെ സഹപാഠികളിൽ എത്ര പേര് പോലീസ് സേനയിൽ വർക്ക് ചെയ്യുന്നുണ്ട്? എല്ലാവരും അങ്ങനെയല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ, ഇപ്പോൾ ഈ പരിക്ക് പറ്റിയ DYSP, അദ്ദേഹം പിന്നെ അത്രയും ഉയർന്ന റാങ്കിലാണെന്ന് പറയാം. മറ്റേ ഈ പേരാമ്പ്രയിൽ പിന്നെ ബുദ്ധിമുട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ, അതേപോലെ തന്നെ ഈ വിനോദ് ചന്ദ്രൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തു നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ, ഇവരുടെയൊക്കെ കുടുംബത്തെ സഹായിക്കാൻ പൊതുജനം മുന്നിട്ടിറങ്ങണം. സാമൂഹിക ഉത്തരവാദിത്തമാണ്. നമുക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് ഈ പരിക്ക് പറ്റിയിട്ടുള്ളത്. മറ്റൊന്ന്, വിദ്യാർത്ഥി യൂണിയനിലൊക്കെ പ്രവർത്തിക്കുന്ന KSU ആവട്ടെ, SFI ആവട്ടെ, MSF ആവട്ടെ, ABVP ആവട്ടെ, മറ്റേ സുഡാപ്പികളെ വിട്ടുകളാ, അവന്മാർക്ക് അതേ ഉള്ളൂ. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, ഇക്കാര്യത്തിൽ ജാഗ്രത കാണിക്കണം. എനിക്കൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് വളരെ കർശനമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടായിരുന്നു, അക്കാര്യത്തിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു. ഒരു വട്ടം കോളേജിൽ ഞാനൊരു അറിയാതെ ഒരു വിഷയത്തിനകത്ത് ഇടപെട്ടപ്പോൾ ഞാനൊരു പയ്യനെ അടിച്ചപ്പോൾ ആ പയ്യൻ്റെ ആയിട്ടൊക്കെ എൻ്റെ അനിയത്തിക്കൊക്കെ അറിയാവുന്നതാണ്. പയ്യൻ നല്ല പാവം ചെറുപ്പക്കാരനാണെന്നുള്ളത് ഞാൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ട് അടിച്ചതാണ്. ഇവൾ പിറ്റേന്ന് വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി. അവൾ ഹോസ്പിറ്റലിൽ സജീവമായിട്ടുള്ളതാണ്. ഞാൻ പിറ്റേന്ന് ആ പയ്യനെടുത്ത് പോയിട്ട് മാപ്പ് പറഞ്ഞു, നീ വേണമെങ്കിൽ തിരിച്ചടിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഒരു ഗിൽറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അവൻ നിരപരാധി എന്ന് പറഞ്ഞപ്പോൾ എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച എൻ്റെ പാർട്ടിപ്പെട്ട ആളെ ഞാൻ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവരെ ക്ലാസ്സിലിട്ട് പരസ്യമായിട്ട്. ഇപ്പോൾ ഓർമ്മയുണ്ട്, പ്രീ ഡിഗ്രി D2 എന്ന് പറയും, 4th ഗ്രൂപ്പിൻ്റെ D1, 4th ഗ്രൂപ്പിൻ്റെ മലയാളം ബാച്ചും മറ്റേത് ഹിന്ദി സംസ്കൃതം എല്ലാം കൂടെ കൂടിയിട്ടുള്ള ബാച്ച്, അറബി കൂടെ കൂടിയിട്ടുള്ള ബാച്ച് D1 D2. A1 A2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ മലയാളമാണ് A1, മറ്റേത് സംസ്കൃതം, അറബിക്ക്, ഹിന്ദി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉപഭാഷ വരുന്നത്. അങ്ങനെ B1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പ്, C1 എന്ന് പറഞ്ഞാൽ സോഷ്യൽ സയൻസ് തേർഡ് ഗ്രൂപ്പ്, മറ്റേത് കൊമേഴ്സ് D1. അങ്ങനെ ഇരുന്നിട്ടിരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ എൻ്റെയൊക്കെ മനസ്സിലുണ്ട്. നമ്മൾ ഈ അക്രമങ്ങൾക്ക് വേണ്ടി പോകേണ്ടുന്ന ഒരു കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ്. അങ്ങനെ നേതാവ് ആകേണ്ടതെന്ന് കാര്യം. ഒരിക്കലൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റാം. പോലീസുകാരെ കല്ലെറിയൽ ആണ് രാഷ്ട്രീയമെന്ന് തെറ്റിദ്ധരിക്കരുത്. അവർ നമ്മളെപ്പോലെ മനുഷ്യരാണ്. അവരെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. ഇത് ജനങ്ങളാണ് അവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങണം. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ 1 രൂപ അല്ലെങ്കിൽ 10 രൂപയൊക്കെ വെച്ചിട്ട് ആ പോലീസ് അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ കമൻ്റ് ഇടുക, ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ചെയ്യാൻ തരാം. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പൊതുജനം തെരുവിലിറങ്ങണം. ഇത്തരം ക്രിമിനൽ രീതിയിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയും പോരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സദാനന്ദ മാഷിന്റെ BJP നേതാവ് ഇപ്പം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സദാനന്ദ മാഷിന്റെ കാല് നഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ് സുഡാപ്പികൾ വെട്ടിക്കളഞ്ഞ ജോസഫ് മാഷിന്റെ കൈ.
പി ജയരാജനും പി ജയരാജനും ഒക്കെ ജീവിക്കുന്ന രക്തസാക്ഷികൾ തന്നെയാണ്. പിന്നെ ഇതേപോലെ സദാനന്ദ മാസ്റ്ററെ പോലെ തന്നെയുള്ള അനുഭവങ്ങളിലൂടെയാണ് അവരും കടന്നു പോകുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സുഹൈലും പിന്നെ അതേപോലെ തന്നെ കൃപേഷും ശരത്ലാലും പോലെ തന്നെയാണ് പിന്നെ കെ വി സുധീഷ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം. അതേപോലെ തന്നെയാണ് മറ്റേ ജയേന്ദ്രമാഷ്, മറ്റേ ഇവരുടെ BJP-യുടെ, മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാർ, കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ, എത്രയോ എത്ര ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ നാട്ടിൽ ഇങ്ങനെ കൊല ചെയ്യപ്പെടുന്നു, വികലാംഗരാക്കപ്പെടുന്നു. സൈമൺ പുട്ടയെ പോലെ, പുഷ്പലെ പോലെ ജീവിതകാലം മുഴുവൻ കിടപ്പിലാവുന്നു. ചെറിയാൻ ഫിലിപ്പ് പോലും അതിൻ്റെ ഇരയല്ലേ കോൺഗ്രസ് നേതാവായിട്ടുള്ളേ. ബിൽഡിങ്ങിന്റെ മേലെ എടുത്ത് താഴ്ത്തിക്കിട്ടതാ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിൽ. നട്ടലിനും ബാക്കിയുള്ള സുഷമനയ്ക്കും ഒക്കെ പരിക്കുണ്ട്. 17 വയസ്സുണ്ട് ഇപ്പം അദ്ദേഹം, എൻ്റെ സുഹൃത്തും കൂടിയാണ്. അങ്ങനെയുള്ള ഒരുപാട് ജീവിക്കുന്ന രക്തസാക്ഷികളുണ്ട്, എല്ലാ പാർട്ടികളിലും ഉണ്ട്. അക്രമ രാഷ്ട്രീയം എന്നത് അത് രാഷ്ട്രീയമല്ല, അത് അരാഷ്ട്രീയതയാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവേണ്ടത്. കൈക്കരുത്തല്ല രാഷ്ട്രീയം, ആശയവിനിമയമാണ്, ആശയ സംവാദങ്ങൾക്കുള്ള ഇടമാണ്. നമ്മുടെ നാട്ടുപുറത്ത് ചായക്കടയിലൊക്കെ ഇരുന്ന് രാഷ്ട്രീയം പറഞ്ഞ് മാന്യമായിട്ട് പിരിയുന്ന ആൾക്കാരില്ലേ, തല്ലുകൂടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിൽ പല രാഷ്ട്രീയക്കാരുണ്ട്. എന്തായിരുന്നാലും ഈ പോലീസുകാരോട് കാണിച്ച പിന്നെ അനീതി അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് മാത്രമല്ല, കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഇതിനോട് കണ്ണടച്ചത്. ഞാൻ പറഞ്ഞല്ലോ, താഴെ ഈ ഷോഫിക്ക കിടക്കുമ്പം തൊട്ട് മുകളിലെ നിലയിൽ ഗുരുതരമായി പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ കിടക്കുക. ആലോചിച്ച് നോക്കൂ, DSP കിടക്കുക ഗുരുതരമായി പരിക്കേറ്റിട്ട് തന്നെ. അത് വാർത്തയിൽ വരുന്നില്ല. കാരണം അവർക്ക് ഫാൻസ് അസോസിയേഷൻ ഇല്ല, അവർക്ക് അച്ചടക്ക ലംഘനമാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അങ്ങനത്തെ ക്യാമ്പയിൻ നടത്തി കഴിഞ്ഞാൽ. ഇതൊക്കെ വൃത്തികേടാണ് എന്ന്, ശുദ്ധ വൃത്തികേടാണ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഗുഡ് മോർണിംഗ് ഒന്നും പറയാൻ തോന്നുന്നില്ല. നാളെ രാവിലെയെങ്കിലും ഇത്തരം വാർത്തകൾ കേട്ട് നമുക്ക് ഉണരാൻ ഗതികേട് ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാ മനുഷ്യരും സ്വസ്ഥയും സമാധാനത്തോടും കൂടിയിട്ട് അവരവരുടെ ജോലികൾ ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കട്ടെ. ആർക്കെങ്കിലും നേതാവാകാൻ വേണ്ടി ഇപ്പോഴും പണ്ട് തലസ്ഥാന സിനിമയിൽ വന്നതുപോലെ തന്നെ ആർക്കെങ്കിലും ഒക്കെ നേതാവാകാൻ വേണ്ടി ആരുടെയെങ്കിലും ഒക്കെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ എത്തുകയും എന്നിട്ട് സ്വയം കുറച്ച് മുറിവിച്ച് ചെറിയ മുറിവ് പറ്റുക, ബാക്കിയുള്ളവരുടെ വലിയ പരിക്കുകൾ പിന്നെ നേരെ കണ്ണടയ്ക്കുന്ന രീതിയിലുള്ള മാധ്യമങ്ങളുടെ മേലെ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട കാലഘട്ടം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ എല്ലാ പാർട്ടികളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, സാമൂഹിക ബോധമുള്ള ഓരോ മനുഷ്യനും, തിരിച്ചറിവുള്ള വിവേക പിന്നെ ശേഷിയുള്ള ഓരോ മനുഷ്യനും, മനസ്സാക്ഷിയുള്ള ഓരോ മനുഷ്യനും, പാർട്ടി അതും ആവട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ നിങ്ങൾ പോയിക്കോളൂ. പക്ഷെ അത് കോടിത്തരം കാണിച്ചു വരുന്നത്. നിങ്ങൾക്ക് പ്രണയമാവാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ അല്ലാത്ത അല്ല ഭർത്താവല്ലാത്ത വേറൊരാളുമായിട്ട് വേണമെങ്കിൽ പോലും എക്സ്റ്റേണൽ അഫെയർ ഉണ്ടാവാം, അവരുമായിട്ട് ഫിസിക്കൽ റിലേഷൻ ഉണ്ടാവാം, അതൊക്കെ മനസ്സിലാക്കും. പക്ഷെ ഒരു വേട്ടക്കാരൻ്റെ മനസ്സ്, വേട്ടക്കാരിയുടെ മനസ്സ് ലൈംഗികതയിൽ, ഈ ആക്രമണോത്സുകതയിൽ, രാഷ്ട്രീയത്തിൽ, പിന്നെ അല്ലാതെ പിന്നെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരുടെ അഴിമതി, ഇത്തരം കാര്യങ്ങളിൽ ഒക്കെ ഉണ്ടാവുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും എന്നുള്ളതെല്ലാം ഈ പിന്നെ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കുമിടയിൽ ഇന്ത്യയിലെ മനുഷ്യരെ മുഴുവൻ നമ്മൾ വിട്ടുകളാണ്. നമ്മൾ ഓരോരുത്തരും ഇത്തരം വൃത്തികേടുകളിൽ പങ്കാളികളാവാതിരിക്കുകയും പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് വരും തലമുറയ്ക്ക് നമുക്ക് കാത്തുവെക്കാനുള്ളത്. അല്ലാതെ അവരുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഭൂമി മേടിച്ചു വെച്ചിട്ടോ, അവർക്ക് പിന്നെ കോടിക്കണക്കിന് രൂപയുടെ പിന്നെ ബാങ്ക് ഡെപ്പോസിറ്റ് അവരുടെ പേരിൽ വെച്ചിട്ടോ, സ്വർണം മേടിച്ച് പിന്നെ ലോക്കറി കൊണ്ടുപോയി വെച്ചിട്ടോ ഒന്നും കാര്യമില്ല. നല്ല വായുവും നല്ല വെള്ളം പോലും നമ്മൾ അവർക്ക് വേണ്ടി ബാക്കി വെക്കുന്നില്ല. പരിസ്ഥിതി മലിനീകരണം നമ്മൾ നടത്തുന്നതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത് നാളെ അവർ നല്ല ഓക്സിജൻ കിട്ടാതെ ഈ മാലിന്യം നിറഞ്ഞ വെള്ളം കുടിച്ച് വല്ല മഹാരോഗവും പിന്നെ പിടിച്ച് അവരൊക്കെ മരിച്ചു പോകും. നമ്മളെ കാലശേഷം നമ്മൾ കാണില്ല എന്നേ ഉള്ളൂ. നമ്മൾ മരിച്ച് 10 കൊല്ലം കഴിയുമ്പോൾ അവരും തീരും. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബാക്കി വെക്കേണ്ടത് മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിയാതെ മാലിന്യമുക്തമായ നല്ല ഓക്സിജൻ കിട്ടുന്ന, നല്ല വെള്ളം കിട്ടുന്ന ഒരു അന്തരീക്ഷം അവർക്ക് വേണ്ടി കാത്തു വെക്കുന്നതോടൊപ്പം തന്നെ അവർ പരസ്പരം നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് അവർ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പേരിൽ ഇത്തരം അഴിമതിക്കാരുടെ ടൂളുകളായിട്ട് പരസ്പരം മത്സരിച്ച് കൊന്നുകളഞ്ഞാൽ നമ്മളൊക്കെ മയ്യത്തായിട്ട് ചിലപ്പോൾ 5 കൊല്ലം കഴിയുമ്പോഴാവും. നമ്മൾ മയ്യത്താവുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് പിന്നെ 30 വയസ്സോ പ്രായം എന്നുണ്ടെങ്കിൽ 35-ാമത്തെ വയസ്സിൽ ചിലപ്പോൾ അവൻ ചാവുന്നത് നമ്മൾ അറിയുന്നില്ല. അല്ലെങ്കിൽ അവൻ ജീവിതകാലം മുഴുവൻ കണ്ണോ മൂക്കോ നഷ്ടപ്പെട്ട് കിടക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അത്തരമൊരു വൃത്തികെട്ട കൾച്ചർ നമ്മുടെ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് വരും തലമുറയെക്കുറിച്ച് ചിന്തിക്കുന്ന, വിവേകത്തോടുകൂടി കാര്യങ്ങളെ കാണാൻ കഴിയുന്ന, മനസ്സാക്ഷിയുള്ള
ഓരോ കക്ഷി രാഷ്ട്രീയത്തിലും ജാതി മതത്തിനും അതീതമായ ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്തമാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നമസ്കാരവും ഗുഡ് മോർണിംഗ് ഒന്നും പറയാതെ വെക്കുകയാണ്. അതിനുള്ള പറ്റിയ മാനസികാവസ്ഥയിലല്ല എന്നതാണ് യാഥാർത്ഥ്യം.